ഹലോ, ഇന്ന് തായ്ലൻഡിലുള്ള പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് റിവർ സൈഡിലുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലുള്ള കാഴ്ചകളാണ്. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്നൊരു രാജ്യം എന്ന് പറയാം. അതുപോലെയാണ് ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നമ്മൾ അങ്ങോട്ട് നടന്ന് കഴിയുമ്പോഴാണ് നമുക്കൊരു ബോട്ടിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ അതിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ടൂറിസ്റ്റുകളാണ് ഫുള്ള്. അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ എടുക്കണം. അതിനുശേഷം നമ്മൾ ബോട്ടിൽ കയറിയിട്ട് കുറച്ച് ദൂരം ഈ പുഴയിൽ കൂടെ നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോവാം. അതിനുശേഷം ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തി തരും. പിന്നെ നമുക്ക് ഇറങ്ങി മാർക്കറ്റിലേക്ക് കയറി എന്താ വേണ്ടേ, കഴിക്കണോ, ഷോപ്പിംഗ് ചെയ്യണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബോട്ടിൽ കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പുറമേ നമ്മൾ വന്ന ആ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ആണ് കാണുന്നത്. അത് ഒരു പഴക്കമുള്ള മാർക്കറ്റാണിത്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ഹട്ടുകളാണ് അവിടെ ഉള്ളത്. ഓലയ്ക്ക് മേഞ്ഞിട്ടുള്ളൊരു ഹട്ടുകളാണ്, അല്ലാതെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും അവിടെ ഒന്നും തന്നെ കണ്ടില്ല. ഈ ഹട്ടുകളൊക്കെ നല്ല രസമാണ്. മേഞ്ഞ് ഓല മേഞ്ഞ് നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. പഴക്കം തോന്നുമെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഓരോ ഗ്യാങ് ഓരോ ബോട്ടിൽ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത ടേൺ നമ്മുടെയാണ്. അപ്പം ഞങ്ങളതേ ബോട്ടിൽ കയറി. വെള്ളം നല്ല കലങ്ങി മറിഞ്ഞിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. നല്ല മഞ്ഞ ഒരു അഴുക്ക് പിടിച്ചൊരു ലുക്കാണ്. കാരണം അറിയാലോ, മാർക്കറ്റാണ് രണ്ട് സൈഡിലും. അപ്പോൾ എല്ലാ വേസ്റ്റും വന്ന് ചേരുന്നത് ഈ പുഴയിലേക്കായിരിക്കും. അപ്പോൾ എന്തായാലും മാലിന്യം നല്ലോണം ഉണ്ടാവും. നല്ല വെയിലുമുണ്ട്. അപ്പോൾ ഈ പുഴയിൽ കൂടെ ഈ ബോട്ടിൽ കുറച്ച് നേരം നമ്മൾ ഒന്ന് യാത്ര ചെയ്തതിന് ശേഷം അവർ ഒരു സ്ഥലത്ത് നമ്മളെ ഇറക്കും. പിന്നെ നമുക്ക് ആ മാർക്കറ്റ് ഫുള്ള് നമുക്ക് നടന്ന് കാണാം. അവിടെ ഇവിടെയായിട്ട് ഓരോ പാലങ്ങൾ കാണാം. മരത്തിൻ്റെ പാലങ്ങളും അല്ലാതെ കമ്പി ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെയുള്ളതും അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. രണ്ട് കരകളെ ബന്ധിപ്പിക്കാനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പാലങ്ങളുണ്ട്. ഇവിടെ എയർ പ്ലാന്റാണ് ആ കിടക്കുന്നത്, തൂങ്ങി കിടക്കുന്നത് കണ്ടോ, അത് എയർ പ്ലാന്റാണ്. ഇവിടെ നിറയെ കാണുന്നൊരു പ്ലാന്റാണിത്.
അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പലവിധ വേഷധാരികളായ സ്ത്രീകളെയും കാണാം. ഇപ്പോൾ കൂടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നതിനെല്ലാം അവർ ചാർജ് ചെയ്യുന്നുണ്ട്. തൊട്ടേനും പിടിച്ചതിനും എല്ലാം ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ വിലക്കുറവ് എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും വരണ്ട. ഒരുവിധം നല്ല വിലയൊക്കെ തന്നെ ഉണ്ട്. എല്ലാത്തിനും ഒരുവിധം നല്ല വില ഉണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ഷോപ്പിംഗ് എന്ന് കരുതി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, മാൽഗുഡി എന്ന് പറയുമ്പോൾ ഒരു എബോവ് 50 കഴിഞ്ഞവർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ആർക്കി നാരായണൻ്റെ ഒരു ചെറുകഥ സമാഹാരമായിരുന്നു മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പണ്ട് 86 മറ്റോ അത് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഞാനൊക്കെ ഭയങ്കര ക്രേസ് ചെയ്യുന്നു എനിക്ക് ഇത് കാണാനായിട്ട്. ഈ സ്വാമി എന്ന് പറഞ്ഞ കുട്ടിയാണത്. ഭയങ്കര രസമായിരുന്നിട്ടുള്ളൊരു സീരിയലായിരുന്നു അത്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഷോപ്പിംഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തുണിത്തരങ്ങൾ, അതുപോലെ ലെതർ, അതൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി ഇവിടെ കിട്ടും. വിലയുണ്ട് കേട്ടോ, എല്ലാത്തിനും നല്ല വിലയുണ്ട്. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ കഴിക്കണം. കാരണം പല്ലീനെയും പുൽച്ചാടീനെയും ഒക്കെ ഫ്രൈ ചെയ്തും, അതുപോലെ ക്രൊക്കഡൈലിൻ്റെ ഇറച്ചി ഗ്രില്ല് ചെയ്തതും, ഒക്ടോപ്പസിനെ ഗ്രില്ല് ചെയ്തതും, മുക്കിപ്പൊരിച്ചതും ഒക്കെ ഇവിടെ നിറയെ കാണാം. അപ്പോൾ ഓടിപ്പോയൊന്നും കഴിക്കണ്ട, നല്ലോണം ശ്രദ്ധിച്ച് ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് കഴിച്ചാൽ മതി. മോമോസ് ഉണ്ട് ഇഷ്ടംപോലെ, പലതരം നമുക്കറിയാത്ത ഫുഡുകൾ കുറേ ഉണ്ട് കേട്ടോ, അവരുടെ സ്റ്റൈലിലുള്ളത്. ഞാൻ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ കണ്ടു ഉണ്ണിയപ്പം പോലെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ നെയ് റോസ്റ്റ് പോലെ ഒരു പ്രത്യേക സൈസ് ഒരു ഫുഡ് കണ്ടു. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ളത് പാറ്റ, പുൽച്ചാടി, പിന്നെ തേള്, പുഴുക്കൾ, ഇതൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കപ്പലണ്ടി കുറിക്കുന്ന പോലെ അവിടെ ആൾക്കാർ വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ക്രോക്കഡൈൽ ബാർബിക്യൂ, അതുകൂടാതെ ഒക്ടോപ്പസിനെ മുക്കി പൊരിച്ചത്, ഇത്രയും ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, നോക്കി ശ്രദ്ധിച്ചൊക്കെ കഴിച്ചാൽ നല്ലത്. പിന്നെയാണ് ഈ ഫിഷ് പെഡിക്യൂർ എന്ന് പറയുന്നത് ഒരു ടാങ്കിൽ കുറച്ച് കൊച്ചു മത്സ്യങ്ങൾ, അത് പ്രത്യേകതരം മത്സ്യങ്ങളാണ് ആ വെള്ളത്തിൽ, അതിലേക്ക് നമ്മൾ കാലിറക്കി വയ്ക്കുക. അപ്പോൾ ഈ മത്സ്യങ്ങൾ നമ്മുടെ കാലിൽ അഴുക്കും ഡെഡ് സ്കിന്നൊക്കെ കഴിച്ച് നമ്മുടെ കാല് ക്ലീനാക്കും എന്ന് പറയുന്നുണ്ട്. അത് അപകടമാണെന്നും അങ്ങനെയും ഉണ്ട് ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഷോപ്പിങ്ങിൻ്റെ ഒരുവിധം നല്ലോണം ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഉണ്ട്. ഈ ഒരു മാർക്കറ്റ് നല്ലതാണ്. ഞങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തെ കാഴ്ചകൾ കുറേ അധികം ടൂറിസ്റ്റുകളാണ്, ഞാൻ പറഞ്ഞല്ലോ, ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ ഒരു മാർക്കറ്റാണിത്. പിന്നെ തായ്ലൻഡിൻ്റെ ദേശീയ മൃഗമാണല്ലോ ആന. അപ്പോൾ ആന എവിടെ പോയാലും ആനയുടെ ഒരു വലിയ സ്റ്റാച്യു കാണും. അതേപോലെ തന്നെ ഇവിടെ എൻട്രൻസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഗോൾഡൻ കളറിലൊക്കെ ഉള്ള ആനയുടെ വലിയ വലിയ സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ പട്ടായയിൽ പോകുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ.